എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്കുള്ള അപേക്ഷകൾ നാളെ അവസാനിക്കും. നാളെ എന്ന് പറയുമ്പോൾ മെയ് 27 വരെയാണ് ഈ ഒരു +2 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകൾക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട് സാധിക്കുക. ഇതിന് ശേഷം മെയ് 28 അതുപോലെ തന്നെ 29 തീയതികളിൽ നിങ്ങൾക്ക് 600 രൂപ ഫൈനോടുകൂടി അപേക്ഷ സമർപ്പിക്കാം. 600 രൂപ ഫൈൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര രൂപയാണോ ഫീസ് വരുന്നത് ആ ഒരു ഫീസിനോടൊപ്പം എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ 600 രൂപ കൂടി ഫൈനായിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. അതാണ് മെയ് 28 മുതൽ 29 വരെയുള്ള അപേക്ഷ. അപ്പോൾ അതുകൊണ്ട് തന്നെ മെയ് 27 തീയതികളിൽ തന്നെ നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ റെഗുലർ വിഭാഗത്തിലായിരുന്നാലും കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലായിരുന്നാലും വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പരീക്ഷ എഴുതാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആർക്കൊക്കെയാണ് ഇതിന് അപേക്ഷിക്കാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 2025 മാർച്ച് മാസത്തിൽ നടന്ന +1 കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലോ അല്ലെങ്കിൽ +2 കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലോ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ +2 റെഗുലർ വിഭാഗത്തിലോ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. കമ്പാർട്ട്മെൻറ്റിൽ +1 വിദ്യാർത്ഥികൾക്ക് എങ്ങനെ അപേക്ഷിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വിഭാഗത്തിൻ്റെ പ്രത്യേകത ആ ഒരു വിദ്യാർത്ഥികൾ +1 സബ്ജക്റ്റ് രജിസ്ട്രേഷൻ ചെയ്താൽ ആ ഒരു സെയിം സബ്ജക്റ്റ് +2 കൂടി രജിസ്ട്രേഷൻ ചെയ്യപ്പെടും. അതുപോലെ +2 പരീക്ഷയ്ക്കാണ് രജിസ്ട്രേഷൻ ചെയ്യുന്നതെങ്കിൽ അവരുടെ ആ ഒരു സെയിം സബ്ജക്റ്റ് +1 പരീക്ഷ കൂടി രജിസ്ട്രേഷൻ ചെയ്യപ്പെടും. അതായത് ഏതെങ്കിലും ഒരു വർഷം കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലുള്ള വിദ്യാർത്ഥി ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് രജിസ്ട്രേഷൻ ചെയ്താൽ ആ ഒരു സെയിം സബ്ജക്റ്റ് മറ്റേ വർഷത്തിലുള്ള പരീക്ഷ കൂടി രജിസ്ട്രേഷൻ ചെയ്യപ്പെടും. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് കൂടി അപ്ലൈ ചെയ്യാം എന്ന് പറയുന്നത്. കാരണം +1 ആ ഒരു സെയിം സബ്ജക്റ്റ് തന്നെ +2 കൂടി രജിസ്ട്രേഷൻ ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ ആ ഒരു +2 രജിസ്ട്രേഷൻ ഉണ്ടാകും. അതുപോലെ തന്നെ +2 റെഗുലർ വിഭാഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യമായിട്ട് +2 പരീക്ഷ രജിസ്ട്രേഷൻ ചെയ്ത് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളെയാണ് +2 റെഗുലർ എന്ന് പറയുന്നത്. അതുപോലെ +1 +2 കമ്പാർട്ട്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ +2 സേ പരീക്ഷയ്ക്ക് ശേഷവും ജയിക്കാൻ പറ്റാതിരിക്കുന്ന വിദ്യാർത്ഥികളാണ് കമ്പാർട്ട്മെൻറ്റ് വിഭാഗം വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളാണ് ഈ ഒരു കമ്പാർട്ട്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2025 രജിസ്ട്രേഷൻ ഈ ഒരു +1 കമ്പാർട്ട്മെൻറ്റ് +2 കമ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ +2 റെഗുലർ വിഭാഗങ്ങളിലായിട്ട് രജിസ്ട്രേഷനുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു +2 സേ പരീക്ഷയ്ക്കുള്ള ഫീസും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ +2 സേ പരീക്ഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിന് TE മാർക്കായിട്ടുള്ള, അതായത് 2 വർഷത്തെ മാർക്ക് TE മാർക്ക് നോക്കിയിട്ടാണ് ചില വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടാവും. അങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ TE മാർക്കും അതുപോലെ GM എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രേസ് മാർക്ക് നിങ്ങളുടെ റിസൾട്ടിൽ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു മാർക്ക് നോക്കിയിട്ടാണ് ജയിച്ചിട്ടുണ്ടോ തോറ്റിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഗ്രാൻഡ് ടോട്ടലിലെ TE മാർക്കോ അതുപോലെ ഗ്രേസ് മാർക്കുള്ളവർ TE മാർക്കും ഗ്രേസ് മാർക്കും കൂട്ടുന്ന സമയത്ത് 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 36 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 48 നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം. ഇങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ വിദ്യാർത്ഥികളെ ഒരു +2 സേ പരീക്ഷ നിർബന്ധമായിട്ടും എഴുതേണ്ടതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 6 വിഷയത്തിൽ തോറ്റിട്ടുണ്ട്, അതായത് 6 വിഷയത്തിൽ ഒരു TE മാർക്ക് 36 48 ഗ്രാൻഡ് ടോട്ടലിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് 6 വിഷയം വേണമെങ്കിലും ഈ ഒരു സേ പരീക്ഷയ്ക്കായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സേ പരീക്ഷയ്ക്കുള്ള ഫീസ് എത്രയാണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 36 48 മാർക്ക് കിട്ടാതെ ഏതൊരു സബ്ജക്റ്റും നിങ്ങൾക്ക് പരീക്ഷ എഴുതാം. അതായത് 6 വിഷയം ഉണ്ടെങ്കിൽ 6 വിഷയം നിങ്ങൾക്ക് ഈ ഒരു സേ പരീക്ഷ എഴുതാവുന്നതാണ്. അത് നിങ്ങൾ റെഗുലർ വിഭാഗത്തിലായിരുന്നാലും കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലുള്ള ഒരു വിദ്യാർത്ഥി ആയിരുന്നാലും നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് എത്ര രൂപയാണ് ഫീസ് വരിക എന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്റ്റാണ് എഴുതുന്നത് എങ്കിൽ നിങ്ങൾക്ക് 175 രൂപ പെർ സബ്ജക്റ്റാണ് ഫീസ് വരിക. അതായത് നിങ്ങളിപ്പോൾ പ്രാക്ടിക്കലുള്ള കെമിസ്ട്രി, ഫിസിക്സ്, അതുപോലെ ബയോളജി, അതുപോലെ മാത്സ്, അതുപോലെ വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആ ഒരു പ്രാക്ടിക്കലുള്ള സബ്ജക്റ്റിന് 175 രൂപ പെർ സബ്ജക്റ്റാണ് ഫീസ് വരിക. പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്റ്റ് ആണെങ്കിൽ 150 രൂപ പെർ സബ്ജക്റ്റാണ് ഫീസ് വരിക. അതുപോലെ തന്നെ ഇതിനോടൊപ്പം നിങ്ങൾ എത്ര സബ്ജക്റ്റ് എഴുതുന്നുണ്ടോ ആ ഒരു ടോട്ടൽ സബ്ജക്റ്റിൻ്റെ ആ ഒരു ഫീസിനോടൊപ്പം 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസ് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി +2 ഒരു ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ നോക്കാം. +2 ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ഏതൊക്കെ വിഷയങ്ങളാണോ നിങ്ങൾ ഈ ഒരു പരീക്ഷയ്ക്ക്, അതായത് +2 റെഗുലർ വിഭാഗത്തിലായിട്ട് +2 പരീക്ഷ ജയിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാൻ പറ്റുക. അപ്പോൾ +2 റെഗുലർ വിഭാഗം എന്ന് പറയുമ്പോൾ +2 പരീക്ഷയ്ക്ക് ആദ്യമായിട്ട് രജിസ്ട്രേഷൻ ചെയ്ത് +2 പരീക്ഷ എഴുതിയിട്ട് ജയിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഏതെങ്കിലും ഒരു വിഷയം നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു വിഷയം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനായിട്ട് 500 രൂപയാണ് ഫീസ് വരിക. ഇതോടൊപ്പം തന്നെ 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസ് കൂടി നിങ്ങൾക്ക് ഇതിനോടൊപ്പം വരുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞു ചില വിദ്യാർത്ഥികൾ ചോദിച്ചതാണ് 2 സബ്ജക്റ്റ് എഴുതാൻ പറ്റുമോ എന്നുള്ളത്. അതിനായിട്ട് DHSCയുടെ സ്പെഷ്യൽ ഓർഡർ വേണം. അതുപോലെ ആ ഒരു ഓർഡർ കിട്ടാനായിട്ടൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിനായിട്ട് തിരുവനന്തപുരത്തുള്ള DHSCയുടെ ഡയറക്ടറേറ്റിൽ നേരിട്ട് പോയിട്ട് നിങ്ങൾ അതായത് സ്പെഷ്യൽ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഒരു വിഷയം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പോയിട്ട് സ്പെഷ്യൽ ഓർഡർ കിട്ടുമോ എന്ന് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. തിരുവനന്തപുരത്ത് അതായത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ആ ഒരു ഓഫീസിൽ പോയിക്കൊണ്ട് നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ സബ്ജക്റ്റ് എഴുതാനുള്ള ആ ഒരു അനുമതി കിട്ടുമോ എന്ന് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.
അപ്പോൾ അതിന് നിങ്ങൾ നേരിട്ട് പോവേണ്ടതായിട്ട് വരും. ആ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഒരു വിഷയം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി അടുത്തതായിട്ടുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ +2വിൻ്റെ സേ എഴുതുന്ന സമയത്തും ഇമ്പ്രൂവ്മെൻറ്റ് എഴുതുന്ന സമയത്തും നിങ്ങൾക്ക് പ്രാക്ടിക്കൽ, അത് സേ പരീക്ഷ എഴുതുമ്പോൾ 175 രൂപയാണ് പ്രാക്ടിക്കൽ സബ്ജക്റ്റിൻ്റെ ഫീസ് വരുന്നത്. അപ്പോൾ പ്രാക്ടിക്കൽ സബ്ജക്റ്റ് ഫീസ് വരുന്നത് ഇത്രയും ആയതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഇതിനോടൊപ്പം പ്രാക്ടിക്കൽ പരീക്ഷ എഴുതണോ എന്നുള്ളൊരു ഡൗട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്രാക്ടിക്കൽ പരീക്ഷ എഴുതണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ എഴുതണ്ട. അതായത് നിങ്ങൾ ഇതുവരെ പ്രാക്ടിക്കൽ പരീക്ഷ ഏതെങ്കിലും സബ്ജക്റ്റിൻ്റേത് അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ പരീക്ഷ എഴുതാവുന്നതാണ്. അതേസമയം പ്രാക്ടിക്കൽ പരീക്ഷ ഓൾറെഡി അറ്റൻഡ് ചെയ്ത ഒരു വിദ്യാർത്ഥിക്ക് ആവശ്യമെങ്കിൽ, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ പരീക്ഷ എഴുതാവുന്നതാണ്. അതായത് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എഴുതാം, താല്പര്യമില്ലെങ്കിൽ എഴുതേണ്ടതില്ല. നിങ്ങൾ ഇതുവരെ എഴുതാത്ത ഒരു വിദ്യാർത്ഥി, പ്രാക്ടിക്കൽ ഇതുവരെ പരീക്ഷ എഴുതാത്ത ഒരു വിദ്യാർത്ഥിയാണ്, അറ്റൻഡ് ചെയ്യാത്തൊരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പ്രാക്ടിക്കൽ പരീക്ഷ എഴുതണം. പ്രാക്ടിക്കൽ പരീക്ഷ ഓൾറെഡി ഒരു തവണ ഏതെങ്കിലും എല്ലാ സബ്ജക്റ്റിൻ്റെയും എഴുതിയ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ എഴുതണ്ട. എഴുതിയിട്ടില്ലെങ്കിൽ മാത്രമേ നിങ്ങൾ പ്രാക്ടിക്കൽ എഴുതേണ്ടതായിട്ടുള്ളൂ. അതായത് നിങ്ങൾ ഇതുവരെ ഏതെങ്കിലും സബ്ജക്റ്റിൻ്റേത് എഴുതിയിട്ടില്ലെങ്കിൽ മാത്രമേ ആ ഒരു എഴുതാത്ത സബ്ജക്റ്റിൻ്റെ പ്രാക്ടിക്കൽ പരീക്ഷ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് ഈ ഒരു രീതിയിലുള്ളതായിരിക്കും. അപ്പോൾ ഇതിൽ പൂരിപ്പിക്കുന്നത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് നേരത്തെ വീഡിയോ ചാനൽ എങ്ങനെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കാണിക്കുന്ന ആ ഒരു ഫോമും തമ്മിൽ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതായത് അതിൻ്റെ ഡിസൈൻസിലും അതുപോലെ അതിൽ കൊടുത്തിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസിലും മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കിയെല്ലാം സെയിം ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും പ്രത്യേകിച്ച് പ്രോബ്ലമൊന്നുമില്ല. കാരണം പല വിദ്യാർത്ഥികളും പറഞ്ഞതാണ് സ്കൂളിൽ നിന്ന് കിട്ടിയ ആ ഒരു ആപ്ലിക്കേഷൻ ഫോം വേറെയാണ് എന്നുള്ളത്. അത് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം ആയിരിക്കും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യുക എന്ന് നോക്കാം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിച്ചതാണ് അപേക്ഷ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ടാണോ കൊടുക്കേണ്ടത്, നിങ്ങൾക്ക് അക്ഷയ വഴി കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ +2വിൻ്റെ സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം സ്കൂളിൽ ആണ് കൊടുക്കുന്നത്, നിങ്ങൾ ഓൺലൈനായിട്ട് രജിസ്ട്രേഷൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യപ്പെടുന്നത് എന്നുള്ള നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ ചെയ്യുന്നത് നിങ്ങളുടെ പരീക്ഷ 2025 മാർച്ച് മാസത്തിലെ പരീക്ഷയ്ക്ക് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്ത സ്കൂൾ എവിടെയാണോ ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളാണ് നിങ്ങളുടെ അപേക്ഷകൾ രജിസ്ട്രേഷൻ ചെയ്യുന്നത്. അപ്പോൾ അക്ഷയയിൽ നിന്ന് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റത്തില്ല, കാരണം സ്കൂളിൻ്റെ ഒരു ലോഗിൻ ID ഉണ്ടാവും. അപ്പോൾ ആ ഒരു പ്രിൻസിപ്പാളിൻ്റെ ആ ഒരു ലോഗിൻ ID വെച്ചിട്ട് പ്രിൻസിപ്പാൾ ലോഗിൻ ചെയ്തുകൊണ്ട് അതുവഴിയാണ് നിങ്ങളുടെ +2വിൻ്റെ സേ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്കുള്ള രജിസ്ട്രേഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ടല്ല ഓഫ്ലൈനായിട്ടാണ്. അത് നിങ്ങൾ നേരിട്ട് സ്കൂളിലെ പ്രിൻസിപ്പാളിനാണ് അപേക്ഷ കൊടുക്കേണ്ടത്. നിങ്ങൾ 2025 മാർച്ച് മാസത്തിൽ ഏത് സ്കൂളിലാണോ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു പരീക്ഷ നിങ്ങൾ എഴുതിയാലും എഴുതിയിട്ടില്ലെങ്കിലും നിങ്ങൾ സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിനാണ് നിങ്ങൾ അപേക്ഷ കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ നാട്ടിൽ ഇല്ല, നിങ്ങൾ വളരെയധികം ദൂരെയാണെങ്കിൽ, അതായത് കേരളത്തിൽ തന്നെയാണ് എന്നാൽ വളരെ ദൂരെയുള്ള ഒരു സ്ഥലത്താണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനടുത്തുള്ള തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഹൈസ്കൂളിൽ പോയിക്കൊണ്ട് അവിടെ അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യമാണ്, 2025 വർഷത്തെ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ഇതുവരെ ചെയ്തിട്ടില്ല. +1 കമ്പാർട്ട്മെൻറ്റും ചെയ്തിട്ടില്ല, +2 കമ്പാർട്ട്മെൻറ്റും ചെയ്തിട്ടില്ല, +2വിൻ്റെ റെഗുലർ വിഭാഗത്തിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ ആയിരിക്കില്ല ഇത് ചോദിക്കുക, കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളായിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതുവരെ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാത്ത ഒരു വിദ്യാർത്ഥി +1 കമ്പാർട്ട്മെൻറ്റിലും രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല, +2 കമ്പാർട്ട്മെൻറ്റിലും രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് 2026 മാർച്ച് മാസത്തിലെ +1 പബ്ലിക് എക്സാമിനേഷൻ, +2 പബ്ലിക് എക്സാമിനേഷൻ എന്നിവയ്ക്കുള്ള രജിസ്ട്രേഷൻ ഓഗസ്റ്റ് മാസത്തിന് ശേഷം ഏത് മാസം വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. dhsc.kerala.gov.in എന്ന വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പോർട്ടലിലാണ് നോട്ടിഫിക്കേഷൻ വരിക. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ സ്കൂളിൽ പോയിട്ട് അപേക്ഷ സമർപ്പിച്ചാൽ മതി, നിങ്ങൾക്ക് പരീക്ഷ എഴുതാവുന്നതാണ്. അതായത് മാർച്ച് മാസം നടക്കുന്ന +1 +2 പബ്ലിക് എക്സാമിനേഷൻ രജിസ്ട്രേഷനിലാണ് 2025 മാർച്ച് മാസത്തിലെ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് പറ്റാതിരുന്ന വിദ്യാർത്ഥികൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. ഇപ്പോൾ 2025 മാർച്ച് മാസത്തിലെ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത +1 കമ്പാർട്ട്മെൻറ്റൽ, +2 കമ്പാർട്ട്മെൻറ്റൽ, +2 റെഗുലർ വിഭാഗം വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് +2 സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാം. അപ്പോൾ ആപ്ലിക്കേഷൻ ഫോം എങ്ങനെ ഫില്ല് ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ഇതുപോലുള്ള ഒരു ആപ്ലിക്കേഷൻ ഫോം ആയിരിക്കും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ഫോം ഫില്ല് ചെയ്യാനായിട്ട് വളരെയധികം സിമ്പിളാണ്. വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, ഇവിടെ സെൻറ്റർ നെയിം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. സെൻറ്റർ നെയിം എന്നുള്ളിടത്ത് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ മുമ്പ് നിങ്ങൾ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾ മുമ്പ് പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്ന സ്കൂൾ ഏതാണോ ആ ഒരു സ്കൂളിൻ്റെ പേരും അതുപോലെ തന്നെ ആ ഒരു സ്കൂളിൻ്റെ കോഡാണ് രണ്ടാമതായിട്ട് കൊടുക്കേണ്ടത്. സെൻറ്റർ നെയിം എന്ന് പറയുമ്പോൾ നിങ്ങൾ മുമ്പ് +2വിൻ്റെ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്ന സ്കൂൾ ഏതാണോ ആ ഒരു സ്കൂളിൻ്റെ പേരും അതുപോലെ തന്നെ സ്കൂളിൻ്റെ കോഡുമാണ് എഴുതേണ്ടത്. അടുത്തത് ഗ്രൂപ്പ് ഓഫ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ടിക്ക് ദ കറക്റ്റ്, അതായത് ഇതിൽ ഏതാണോ ശരി അത് കറക്റ്റ് ടിക്ക് ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ
സയൻസ് ആണെങ്കിൽ സയൻസ്, ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് ആണെങ്കിൽ കൊമേഴ്സ്, ടെക്നിക്കൽ ആണെങ്കിൽ ടെക്നിക്കൽ, ആർട്ട് എങ്കിൽ ആർട്ട്, ഏതാണോ എന്നനുസരിച്ച് ടിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്ത ടൈപ്പ് ഓഫ് സ്റ്റഡി, സ്കൂൾ ഗോയിങ് ആണോ, ഓപ്പൺ സ്കൂളാണോ, കമ്പാർട്ട്മെൻ്റ് ആണോ, സ്പെഷ്യൽ കാറ്റഗറി ആണോ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ നിലവിൽ +2 റെഗുലർ വിഭാഗത്തിൽ ആദ്യമായിട്ട് +2 പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത് പരീക്ഷ എഴുതിയ +2 സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ സ്കൂൾ ഗോയിങ് ആണ് ടിക്ക് ചെയ്യേണ്ടത്. അതുപോലെ ഓപ്പൺ സ്കൂൾ ആണെങ്കിൽ അതാണ് ടിക്ക് ചെയ്യേണ്ടത്. നിങ്ങൾ ഓൾറെഡി +2 കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ മുൻ വർഷങ്ങളിലായിട്ടോ വിദ്യാർത്ഥികൾ +2 പരീക്ഷ എഴുതി ജയിക്കാതിരിക്കുന്ന വിദ്യാർത്ഥികൾ ഇപ്പോൾ മാർച്ചിൽ 2025 പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തു, അതും ഫെയിൽഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ കമ്പാർട്ട്മെൻറ്റിലാണ് ടിക്ക് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ സ്പെഷ്യൽ കാറ്റഗറി വിദ്യാർത്ഥികൾ അതാണ് ടിക്ക് ചെയ്യേണ്ടത്. അടുത്തത് അഡ്മിഷൻ ഓർ ഓപ്പൺ സ്കൂൾ രജിസ്ട്രേഷൻ നമ്പർ എന്നാണ്. നിങ്ങളുടെ ഡയറി ഉണ്ടാവും സ്കൂളിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ അതിൽ കൃത്യമായിട്ട് നിങ്ങളുടെ അഡ്മിഷൻ നമ്പർ അല്ലെങ്കിൽ ഓപ്പൺ സ്കൂൾ രജിസ്ട്രേഷൻ നമ്പർ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് കൃത്യമായിട്ട് എന്താണെന്ന് ടൈപ്പ് അതായത് അവിടെ എഴുതുക. അടുത്തത് ഇയർ ഓഫ് അഡ്മിഷൻ ആണ്. നിങ്ങൾ ഇപ്പോൾ ഏത് വർഷമാണ് +1 അഡ്മിഷൻ നേടിയത് ആ ഒരു ഇയറാണ് അവിടെ രേഖപ്പെടുത്തേണ്ടത്. അടുത്തത് ഡീറ്റെയിൽസ് ഓഫ് ലാസ്റ്റ് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ അപ്പിയർഡ് ഫോർ സപ്ലിമെൻ്ററി കാൻഡിഡേറ്റ്സ് ഓൺലി. അതായത് നിങ്ങൾ ഏറ്റവും അവസാനമായിട്ട് പരീക്ഷ രജിസ്ട്രേഷൻ ചെയ്ത സ്കൂൾ ഏതാണോ എന്നാണ് രജിസ്ട്രേഷൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ +2ൻ്റെ രജിസ്ട്രേഷൻ നമ്പർ, അതുപോലെ തന്നെ ഇയർ, അതുപോലെ തന്നെ മന്ത് എന്നിവ എഴുതുക. അതുപോലെ നിങ്ങൾ കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിൽ +1 പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളാണെങ്കിൽ അതിൻ്റെ ആ ഒരു രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾ എഴുതുക. അപ്പോൾ രജിസ്ട്രേഷൻ നമ്പറും ഇയറും മന്തും കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ മന്ത് എന്ന് പറയുമ്പോൾ മാർച്ചാണ്, ഇയർ എന്ന് പറയുമ്പോൾ 2025 ആയിരിക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. അടുത്തത് രജിസ്റ്റർ നമ്പർ, മന്ത് ആൻഡ് ഇയർ ഓഫ് പാസിംഗ് SSLC എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യം ഇവിടെ നിങ്ങളുടെ SSLCയുടെ രജിസ്റ്റർ നമ്പർ എഴുതുക. ഏത് മാസമായിരുന്നു SSLC പാസ്സായത് അത് ഇവിടെ എഴുതുക. ഏത് വർഷമാണ് SSLC പാസ്സായത് അത് ഇവിടെ എഴുതുക. അടുത്തത് നിങ്ങളുടെ നെയിമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതേണ്ടതായിട്ടുണ്ട്. ഇംഗ്ലീഷിലാണെങ്കിൽ ഇവിടെ ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതേണ്ടത്. നിങ്ങളുടെ പേരിപ്പോൾ അമൽ എന്നാണെങ്കിൽ ജസ്റ്റ് ഈ ഒരു രീതിയിൽ എന്താണെന്ന് എഴുതുക. അതുപോലെ തന്നെ ഇനീഷ്യൽ എന്താണോ അതും കൃത്യമായിട്ട് എഴുതുക. അതുപോലെ തന്നെ മലയാളത്തിൽ എന്താണോ നിങ്ങളുടെ പേര് അത് കൃത്യമായിട്ട് മലയാളത്തിൽ എഴുതി വെക്കുക. അതിനുശേഷം ഇവിടെ നിങ്ങളുടെ ജെൻഡർ 10ാമതായിട്ട് ചോദിക്കേണ്ടത് നിങ്ങൾ മെയിലാണോ ഫീമെയിലാണോ എന്നാണ്. അതേതാണ് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ 11ാമത്തേത് റിലീജിയൻ എന്താണെന്ന് ചോദിക്കേണ്ടത് അത് എഴുതി കൊടുക്കുക. അതുപോലെ തന്നെ കാസ്റ്റ് ഏതാണെന്ന് ചോദിക്കേണ്ടത്. അടുത്തത് 13ാമത്തായിട്ടുള്ളത് വെദർ ബിലോങ് ടു SC ST OBC OEC അതർ, നിങ്ങൾ ഏതാണോ അതനുസരിച്ച് ടിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്തത് 14ാമത്തെയാണ് ഡേറ്റ് ഓഫ് ബർത്ത് ഇൻ ഫിഗർ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇൻ വേർഡ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഉദാഹരണത്തിന് ജനിച്ചത് അതായത് 3/1/2007 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്താണ് അതായത് എഴുതേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് ആ ഒരു വേർഡ്സിൽ കൂടി എഴുതുക. വേർഡ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ 3 വന്നിട്ടുള്ളത്. അപ്പോൾ 3, അതുപോലെ തന്നെ 1, അതുപോലെ തന്നെ ഇവിടെ 2007 എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ജനിച്ച വർഷം ഏതാണ്, അപ്പോൾ ഇത് 2007 എന്ന് എഴുതാം, അല്ലെങ്കിൽ 2007 എന്ന് എഴുതാം. അപ്പോൾ 2007 എന്ന് എഴുതുക. അതായത് ഓരോ അക്കം എന്താണെന്ന് കൃത്യമായിട്ട് അക്കം എന്താണെന്നുള്ളത് മനസ്സിലാകുന്ന രീതിയിൽ എഴുതുക. അതായത് അക്കം എന്ന് പറയുമ്പോൾ 200A എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് എഴുതുക. ഇത് കൃത്യമായിട്ട് അതായത് ഈ ഒരു വരിയിൽ ഫുള്ളായിട്ട് കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഈ ഒരു സ്പേസിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അടുത്തതായിട്ടുള്ളത് ഇവിടെ നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കണം. അപ്പോൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോയിൽ നിങ്ങൾ കൃത്യമായിട്ട് അത് നോക്കിയാൽ നിങ്ങൾ തന്നെയാണെന്ന് തിരിയുന്ന തരത്തിലുള്ള ഫോട്ടോ ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കുക. അവിടെ ആ പ്രിൻസിപ്പൾ അറ്റസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് പ്രിൻസിപ്പൾ അത് വാങ്ങി നിങ്ങളുടെ ഫോട്ടോവും ആപ്ലിക്കേഷനൊക്കെ പരിശോധിച്ച് ജസ്റ്റ് ആ ഒരു ഫോട്ടോ അറ്റസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ടുള്ളത് ഇവിടെ സബ്ജക്റ്റ് അപ്പിയറിംഗ് നൗ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഏതൊക്കെ വിഷയങ്ങളാണോ പരീക്ഷ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചുള്ളത്. ഇതിൽ പാർട്ട് 1 ഇംഗ്ലീഷാണ്, പാർട്ട് 2 എന്ന് പറയുന്നത് സെക്കൻഡ് ലാംഗ്വേജ് ആണ്, അതുപോലെ തന്നെ പാർട്ട് 3 എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള സബ്ജക്റ്റുകളാണ്. അപ്പോൾ ഞാനിപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയുമാണ് എഴുതുന്നതെങ്കിൽ ഇവിടെ പാർട്ട് 3യിലാണ് അത് വരിക. ഓപ്ഷൻ 1 ആണ് ഈ ഫിസിക്സ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കെമിസ്ട്രിയാണ് ഓപ്ഷൻ 2ൽ കൊടുക്കുന്നത്. അതുപോലെ ഇതിൻ്റെ പ്രാക്ടിക്കൽ കൂടി നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിയറി ആൻഡ് പ്രാക്ടിക്കൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രാക്കറ്റിൽ എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഒരു വിഷയം അതായത് ഇമ്പ്രൂവ്മെൻ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഏത് വിഷയമാണോ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ ഇംഗ്ലീഷാണ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ പാർട്ട് 1ൽ ഇംഗ്ലീഷ്, അതുപോലെ പാർട്ട് 2 ആണ് അതായത് ഇംഗ്ലീഷ് അല്ല സെക്കൻഡ് ലാംഗ്വേജ് ആണെങ്കിൽ അതിനനുസരിച്ച് എഴുതാം. ബാക്കിയുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പാർട്ട് 3ൽ എഴുതാം. അതായത് നിങ്ങൾക്ക് 6 വിഷയം നിങ്ങൾ പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് 6 കോളത്തിലും കൊടുക്കാവുന്നതാണ്. അതേസമയം ഒരു വിഷയമാണ് എഴുതുന്നുള്ളൂവെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇമ്പ്രൂവ്മെൻ്റ് ആണെങ്കിൽ ഒരു വിഷയം മാത്രമേ പറ്റത്തുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ സ്പെഷ്യൽ ഓർഡേഴ്സ് ഉണ്ടെങ്കിലാണ് ഒന്നിലധികം സബ്ജക്റ്റ് എഴുതാൻ പറ്റത്തുള്ളൂ. ഇനി അടുത്തതായിട്ടുള്ളത് 16ാമത്തേതാണ്. അതുപോലെ തന്നെ
16ാമത്തെ ചോദിക്കുന്ന സമയത്ത് ഇവിടെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാം ഡീറ്റെയിൽസ് ഓഫ് പ്രീവിയസ് അപ്പിയറൻസ് ക്ലാസ് 12th എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ സേ പരീക്ഷ എഴുതുന്നതാണെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുന്നതാണെങ്കിലും ഈ ഒരു ഡീറ്റെയിൽസ് കൊടുക്കണം. കാരണം ഓൾറെഡി നിങ്ങൾ +2 കഴിഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ പാർട്ട് 1 എന്നിടത്ത് ഇംഗ്ലീഷാണ്, പാർട്ട് 2 എന്ന് പറയുന്നത് ബാക്കി സെക്കൻഡ് ലാംഗ്വേജ് ആണ്, പാർട്ട് 3 എന്ന് പറയുമ്പോൾ ബാക്കി ലാംഗ്വേജസ് ആണ്. ഞാനിപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും ആയതുകൊണ്ട് ജസ്റ്റ് ഫിസിക്സ് ഇവിടെയല്ല എഴുതേണ്ടത്, ഇവിടെ രജിസ്റ്റർ നമ്പറാണ് എഴുതേണ്ടത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു സമയത്ത് അത് നിങ്ങൾ ഈ ഒരു മാർച്ച് മാസത്തിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എന്താണോ അതാണ് കൃത്യമായിട്ട് എഴുതേണ്ടത്. അതുപോലെ തന്നെ മന്ത് ആൻഡ് ഇയർ എന്നുള്ളിടത്ത് ഞാനിപ്പോൾ മാർച്ചിലാണ് പരീക്ഷ എഴുതുള്ളതുകൊണ്ട് മാർച്ച് 2025 എന്ന് എഴുതുന്നു. ഈ 2 കോളത്തിലും കൃത്യമായിട്ട് എഴുതുന്നു. അതുപോലെ തന്നെ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഫിസിക്സ് കെമിസ്ട്രി ആണ്, ഇപ്പോൾ ഇത് കൃത്യമായിട്ട് എഴുതുന്നു. അതുപോലെ തന്നെ ഇവിടെ എലിജിബിൾ ഓർ നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജയിച്ചിട്ടുണ്ടോ ജയിച്ചിട്ടില്ലേ? അപ്പോൾ ഞാനിപ്പോൾ സേ പരീക്ഷയാണ് എഴുതുന്നുള്ളത് നോട്ട് എലിജിബിൾ ആണ്, കാരണം ഫെയിൽഡ് ആയതുകൊണ്ടാണ് ഈ ഒരു സേ പരീക്ഷ എഴുതുന്നത്. അതിനുശേഷം ഇവിടെ ഗ്രേഡ് ഓർ സ്കോർ ഒബ്റ്റൈൻഡ്, അതിന് ഏത് ഗ്രേഡാണ് കിട്ടിയത് അല്ലെങ്കിൽ എത്ര സ്കോറാണ് കിട്ടിയത്, അതായത് +2ൻ്റേതാണ് ചോദിക്കുന്നത്. അപ്പോൾ +2ൻ്റേത് ആയതുകൊണ്ട് തന്നെ അതിന് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അതായത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് ടോട്ടലായിട്ട് കിട്ടിയ ഗ്രേഡ് എത്രയാണോ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ +2ന് കിട്ടിയ മാർക്ക് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഫിസിക്സും കെമിസ്ട്രിയാണ്, അതിൽ എനിക്ക് കിട്ടിയത് എത്ര മാർക്കാണ് എന്നുള്ളത് ഇവിടെ എഴുതാവുന്നതാണ്. ചില വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ +1 സബ്ജക്റ്റ് ആയിരിക്കും തോറ്റിട്ടുണ്ടാവും, +2 ജയിച്ചിട്ടുണ്ടാവും. ചില വിദ്യാർത്ഥികൾ +2 ആയിരിക്കും തോറ്റിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു +2ൻ്റെ മാർക്ക് ഡീറ്റെയിൽസും അതുപോലെ +1 തോറ്റ വിദ്യാർത്ഥികളായിരുന്നാൽ +2ൻ്റെ ആ ഒരു മാർക്ക് ഡീറ്റെയിൽസുമാണ് കൊടുക്കേണ്ടത്. അതിന് പകരം നിങ്ങൾക്ക് അതിൻ്റെ ഗ്രേഡ് കൊടുക്കാവുന്നതാണ്. ഏത് ഗ്രേഡാണ് നിങ്ങൾക്ക് കിട്ടിയുള്ളത് അത് കൊടുക്കാവുന്നതാണ്. ചില വിദ്യാർത്ഥികൾക്ക് C+ ആയിരിക്കും, ചില വിദ്യാർത്ഥികൾക്ക് C ആയിരിക്കും, ചില വിദ്യാർത്ഥികൾക്ക് D+ ആയിരിക്കും. അതായത് TE മാർക്ക് 36, 48 കിട്ടാത്തത് കാരണമുള്ള പ്രോബ്ലം കൊണ്ടായിരിക്കും ഫെയിൽഡ് ആയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഈ ഒരു ഗ്രേഡുകൾ കിട്ടിയിട്ടും ഫെയിൽഡ് ആവാനുള്ള സാധ്യത ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഗ്രേഡ് ഏതായിരുന്നോ അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. ഇനിയിപ്പോൾ നിങ്ങൾ ജയിച്ചൊരു വിദ്യാർത്ഥി ഒരു വിഷയം ഇമ്പ്രൂവ്മെൻ്റ് ആണ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു വിദ്യാർത്ഥി ജയിച്ചത് ഇംഗ്ലീഷാണ്, ആ ഒരു മാർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ അതിൻ്റെ രജിസ്റ്റർ നമ്പർ, അതുപോലെ മാർച്ച് 2025, അതുപോലെ തന്നെ ഇംഗ്ലീഷ്, അതുപോലെ തന്നെ ഇവിടെ എലിജിബിൾ അതായത് ജയിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ഗ്രേഡ് ഓർ സ്കോർ ഒബ്റ്റൈൻഡ്, നിങ്ങൾക്ക് എത്രയായിരുന്നോ +2ന് സ്കോർ കിട്ടിയിരുന്നത് മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അത് കൃത്യമായിട്ട് അവിടെ എഴുതുക. ഇനി അടുത്തതായിട്ടുള്ളത് ഇവിടെ 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 17ാമത്തേത് ഫീ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് നിങ്ങളൊന്നും ഫില്ല് ചെയ്യേണ്ട, അത് സ്കൂളിൽ നിന്ന് ഫില്ല് ചെയ്ത് കൊള്ളും. അടുത്തതായിട്ടുള്ളത് 18ാമത്തേതാണ്. നിങ്ങൾക്ക് SC/ST ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വല്ല ആനുകൂല്യം കിട്ടുന്നുണ്ടോ, അതായത് ഫീ കൺസെഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കൺസെഷൻ കിട്ടുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ടെങ്കിൽ യെസ് എന്നും ഇല്ലെങ്കിൽ നോ എന്നും ടിക്ക് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് 19ാമത്തേത് ഇൻ ദ കേസ് ഓഫ് SC/ST ആൻഡ് OBC ഓർ OEC സ്റ്റുഡൻസ്, അത് നിങ്ങൾ SC ആണോ ST ആണോ OBC ആണോ OEC ആണോ ഈ ഒരു വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് ആദ്യമായിട്ടാണ് ഈ ഒരു പരീക്ഷ എന്നത് അല്ലെങ്കിൽ സെക്കൻഡ് ടൈമിലാണോ പരീക്ഷ എന്നത് എന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് ടൈം എന്ന് പറയുമ്പോൾ +1 പരീക്ഷയാണ്, സെക്കൻഡ് ടൈം എന്ന് പറയുമ്പോൾ +2ൻ്റെ പരീക്ഷയാണ് എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സെക്കൻഡ് ടൈം ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സെക്കൻഡ് ടൈം, നിങ്ങൾ ഈ ഒരു റെഗുലർ ആയിരുന്നാലും കമ്പാർട്ട്മെൻറ്റിലായിരുന്നാലും സെക്കൻഡ് ടൈം എന്നുള്ളത് എഴുതുക. കാരണം ഹയർ സെക്കൻഡറി ഓൾറെഡി സെക്കൻഡ് ടൈം ഒക്കെ കഴിഞ്ഞ് തേർഡ് ടൈമിലേക്ക് പരീക്ഷ എഴുതാനായിട്ട് പോകുന്ന വിദ്യാർത്ഥികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു സെക്കൻഡ് എന്നുള്ളത് എഴുതുക. അതിനുശേഷം 20ാമത്തേത് ഈ സെക്കൻഡ് എന്നാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ സ്റ്റേറ്റ് വെദർ ഇറ്റ് ഈസ് വിത്തിൻ എ കണ്ടിന്യൂസ് പീരീഡ് ഓഫ് 2 years എന്നാണ് ചോദിക്കുന്നത്. കണ്ടിന്യൂസ് പീരീഡ് ഓഫ് 2 years എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളിപ്പോൾ റെഗുലർ വിഭാഗത്തിൽ +2 ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ സേ പരീക്ഷ എന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ അവർ യെസ് എന്ന് കൊടുക്കുക, അതായത് യെസ് എന്ന് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നോ എന്ന് കൊടുക്കുക. കാരണം കണ്ടിന്യൂസ് പീരീഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു +2 പരീക്ഷയ്ക്ക് ശേഷം ആദ്യമായിട്ടാണ് +2 സേ പരീക്ഷ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർ കണ്ടിന്യൂസ് പീരീഡ് ആയിരിക്കും. അതേസമയം നിങ്ങൾ ഓൾറെഡി +2ൻ്റെ സേ പരീക്ഷ എഴുതി അതിനുശേഷം ഫെയിൽഡായി, പിന്നീട് ഈ വർഷം വീണ്ടും +2ൻ്റെ അല്ലെങ്കിൽ +1ൻ്റെ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തു, ആ ഒരു പരീക്ഷയും തോറ്റു, വീണ്ടും +2ൻ്റെ സേ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ വിദ്യാർത്ഥികൾ ഒരു നോ എന്നാണ് ഇവിടെ കൊടുക്കേണ്ടത്. അടുത്തതായിട്ടുള്ളത് നിങ്ങളുടെ സിഗ്നേച്ചറാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേരും സിഗ്നേച്ചറും ഇടുക, അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ ഫാദറിൻ്റെ പേരും സിഗ്നേച്ചറും ഇടുക. ഇത്ര മാത്രമാണ് ഇതിൽ ഫില്ല് ചെയ്യാനായിട്ടുള്ളൂ. ബാക്കിയൊക്കെ സ്കൂളിൽ നിന്നാണ് ഫില്ല് ചെയ്യുക. അതായത് ഓഫീസ് വർക്കിൻ്റെ ആ ഒരു ബാക്കി ഡീറ്റെയിൽസാണ് അതിൽ ഉള്ളത്. അതുപോലെ തന്നെ ഇതിനോടൊപ്പം അപേക്ഷിക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾ കൊടുക്കേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിൻ്റേത് വേണ്ട, അതായത് നിങ്ങളുടെ ഒരു ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ടാണ്. ആ ഒരു പ്രിൻ്റ് ഔട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ പ്രിൻ്റ് എടുത്ത് നിങ്ങളുടെ പാരൻസിൻ്റെ സിഗ്നേച്ചർ വാങ്ങിക്കുക. അതിനുശേഷം പെട്ടെന്ന് തന്നെ നാളെ തന്നെ സ്കൂളിൽ പോയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഫോട്ടോ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം ഇതിലൊട്ടിക്കാനായിട്ട്. അതുപോലെ തന്നെ ഫീസ് വേണം. ഫീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയാണെങ്കിൽ +2 ജയിച്ച വിദ്യാർത്ഥികൾക്ക്, അതായത് റെഗുലർ വിഭാഗം വിദ്യാർത്ഥികൾക്കാണ് 500 രൂപയാണ് പെർ സബ്ജക്റ്റ് ഫീസ് വരുന്നത്. അതുപോലെ 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസുമാണ് വരുന്നത്.
സേ പരീക്ഷയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു തിയറി പേപ്പറാണ് എത്തുന്നതെങ്കിൽ 150 രൂപ പെർ സബ്ജക്റ്റാണ് വരിക. പ്രാക്ടിക്കലുള്ള സബ്ജക്റ്റാണ് പരീക്ഷ എന്നെങ്കിൽ 175 രൂപയാണ്. അതുപോലെ തന്നെ ഇതിനോടൊപ്പം 40 രൂപയാണ് സർട്ടിഫിക്കറ്റ് ഫീസ് വരിക. നിങ്ങൾ പ്രാക്ടിക്കൽ എഴുതുന്നുണ്ടെങ്കിലും എഴുതുന്നില്ലെങ്കിലും 175 രൂപയാണ് പ്രാക്ടിക്കൽ സബ്ജക്റ്റിന് വരുന്നത്. ആവശ്യമുള്ള വിദ്യാർത്ഥികൾ മാത്രം പ്രാക്ടിക്കൽ എഴുതിയാൽ മതി. ഇതുവരെ പ്രാക്ടിക്കൽ പരീക്ഷ എഴുതാതെ വിദ്യാർത്ഥികളാണെങ്കിൽ പ്രാക്ടിക്കൽ പരീക്ഷ എഴുതണം. അതേസമയം നിങ്ങൾ ഓൾറെഡി പ്രാക്ടിക്കൽ പരീക്ഷ ഒരു തവണ എഴുതിയ വിദ്യാർത്ഥികളാണ്, എല്ലാ സബ്ജക്റ്റിൻ്റെയും എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പ്രാക്ടിക്കൽ എഴുതേണ്ടതില്ല. എന്നാൽ ഇതുവരെ ഏതെങ്കിലും സബ്ജക്റ്റിൻ്റെ പ്രാക്ടിക്കൽ എഴുതാതെ വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആ ഒരു സബ്ജക്റ്റിന് രജിസ്ട്രേഷൻ ചെയ്ത് പ്രാക്ടിക്കൽ പരീക്ഷ എഴുതേണ്ടതാണ്. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഫീസ് വരുന്നത്. ഇതോടൊപ്പം +2 റിസൾട്ടിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് കൂടി വിദ്യാർത്ഥികൾ കൊടുക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാകും. ഒന്നാമത്തേത് ആപ്ലിക്കേഷൻ ഫോം, അതുപോലെ തന്നെ ഇതിൽ ഒട്ടിക്കാനുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫീസ്, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ +2 റിസൾട്ടിൻ്റെ ആ ഒരു പ്രിൻ്റ് ഔട്ട്, ഇത്രയുമാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ നാളെ തന്നെ ഈ ഒരു അപേക്ഷ കൊടുക്കുക. കാരണം നാളെ കഴിഞ്ഞാൽ ഈ ഒരു മെയ് 28, 29 തീയതികളിൽ അപേക്ഷിക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു ആകെ ഫീസിൻ്റെ കൂടെ 600 രൂപ ഫൈന് കൂടി കൊടുക്കേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.